ഹായ് എവരി വൺ, BEGC 105ൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് 4 അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പോൾ BEGC 105ൽ കഴിഞ്ഞ 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതൊക്കെയാണ്: ജൂൺ 2022, ഡിസംബർ 2022, ദെൻ ജൂൺ 2023, ദെൻ ഡിസംബർ 2023. അപ്പം ഇത്രയും ടേം ആൻഡ് എക്സാമിനേഷനുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ദി കോഴ്സ് BEGC 105 അമേരിക്കൻ ലിറ്ററേച്ചർ. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ്, എത്ര ബ്ലോക്കുകളുണ്ട്, ഓരോ ബ്ലോക്കുകളിലും ഏതൊക്കെ വർക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത് എന്ന് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. അപ്പം ബ്ലോക്ക് നമ്പർ 1 ഡിസ്കസ് ചെയ്യുന്നത് ആർതർ മില്ലേഴ്സ് ഓൾ മൈ സൺ. അപ്പം ശ്രദ്ധിക്കുക, ഓൾ മൈ സൺ എന്ന് പറയുന്നത് ഒരു ട്രാജിക് ഡ്രാമയാണ്, ട്രാജിക് പ്ലേ ആണ്. അപ്പം ഈ ഒരു ബ്ലോക്കിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അബൌട്ട് ആർതർ മില്ലേഴ്സ് ഓൾ മൈ സൺ. അപ്പം ഈ ഒരു ഡ്രാമയാണ്, പ്ലേ ആണ് ബ്ലോക്ക് നമ്പർ 1 പ്രധാനമായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ബ്ലോക്ക് നമ്പർ 2 ഡിസ്കസ് ചെയ്യുന്നത് നഥാനിയൽ ഹോത്തോൺസ് ദി സ്കാർലറ്റ് ലെറ്റർ. അപ്പം ഇവിടെ ഈ ഒരു സെക്കൻഡ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു നോവലാണ്, അമേരിക്കൻ നോവലാണ്, അമേരിക്കൻ ഫിക്ഷനാണ്, റിട്ടൺ ബൈ നഥാനിയൽ ഹോത്തോൺ. ബ്ലോക്ക് നമ്പർ 3 ഡിസ്കസ് ചെയ്യുന്നത് ഷോർട്ട് ഫിക്ഷൻസ് ആണ്, ഷോർട്ട് സ്റ്റോറീസ് ആണ്. പ്രധാനമായിട്ടും ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഷോർട്ട് സ്റ്റോറി കളക്ഷനിൽ വരുന്നത് ONRയുടെ ആഫ്റ്റർ 20 years എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അതോടൊപ്പം തന്നെ ഏർണസ്റ്റ് ഹെമിംഗ്വേസ് ദ സ്നോസ് ഓഫ് കിളിമഞ്ചാരോ, ഈ ഒരു 2 വർക്കാണ്, 2 ഷോർട്ട് സ്റ്റോറീസാണ്. ഇവ കൂടാതെ വില കാത്തേഴ്സ് ഓൺ ദി ഗേൾസ് റോഡ്. അപ്പം ഇങ്ങനെ ഈ ഒരു 3 ഷോർട്ട് സ്റ്റോറീസാണ് പ്രധാനമായിട്ടും ഈ ഒരു ബ്ലോക്ക് നമ്പർ 3 നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്ലോക്ക് നമ്പർ 3 പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഷോർട്ട് സ്റ്റോറീസാണ്. ഓക്കെ, അമേരിക്കൻ റൈറ്റേഴ്സിൻ്റെ ഷോർട്ട് സ്റ്റോറീസാണ്. ഓക്കെ, ബ്ലോക്ക് നമ്പർ 4 ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കൻ പോയട്രി ആണ്. പോയട്രി എന്ന് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയട്രി ഇതൊക്കെയാണ്: വാൾട്ട് വിറ്റ്മാൻ, എമിലി ഡിക്കിൻസൺ, റാൽഫ് വാൾഡോ എമേഴ്സൺ, ദെൻ വൺ മോർ അലക്സി ഷെർമാൻ. അല്ലെ, ഇങ്ങനെ 4ഓളം പ്രധാനപ്പെട്ട അമേരിക്കൻ പോയറ്റുകളുടെ പോയംസാണ് ബ്ലോക്ക് നമ്പർ 4 നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രധാനമായിട്ടും എമിലി ഡിക്കിൻസൻ്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറയുന്ന പോയം ഉണ്ട്. ഇവ കൂടാതെ 2 എമിലി ഡിക്കിൻസൻ്റെ പോയം ഇതിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇവ കൂടാതെ വാൾട്ട് വിറ്റ്മാൻ്റെ ഓ ക്യാപ്റ്റൻ, അതുപോലെ തന്നെ പാസേജ് ടു ഇന്ത്യ, ഇങ്ങനെ വരുന്ന 2 പോയംസാണ് പ്രധാനമായിട്ടും ഈ ഒരു ബ്ലോക്ക് നമ്പർ 4 നിന്നും വരുന്നത്. അപ്പം ഈ ഒരു വർക്കിനെ, ഈ ഒരു കോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഡ്രാമ പഠിക്കാനുണ്ട്, അമേരിക്കൻ ഡ്രാമ പഠിക്കാനുണ്ട്, ഡ്രാമയെക്കുറിച്ച് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ നോവൽസ് ഉണ്ട്, അതാണ് നഥാനിയൽ ഹോത്തോൺ, സ്കാർലറ്റ് ലെറ്റർ, പിന്നെ ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, ദെൻ പോയട്രി ഉണ്ട്, അല്ലേ, പോയംസ് ഉണ്ട്. അപ്പം ഈ ഒരു കോഴ്സിൽ എല്ലാ ജോണേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന് സാരം. ഇനി നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു BEGC 105 ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 3 സെക്ഷനുകളാണ് വരുന്നത്: സെക്ഷൻ A, സെക്ഷൻ B ആൻഡ് സെക്ഷൻ C. സെക്ഷൻ A പ്രധാനമായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്ലോക്ക് നമ്പർ 4 നിന്നാണ് ഈ ഒരു സെക്ഷനിലേക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്ഷൻ 4 എന്ന് പറയുന്നത് പർട്ടിക്കുലർലി ഫോർ പോയംസ്, അല്ലെ, പോയട്രി ആണ്, അല്ലെ, പോയത്തിൻ്റെ കളക്ഷനാണ് എവിടെ വരുന്നത്, ഈ പറയുന്ന സെക്ഷൻ Aയിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സെക്ഷൻ Aയിലേക്ക് ക്വസ്റ്റ്യൻസ് റെഗുലർ ആയിട്ട് വരാറുള്ളത് ലാസ്റ്റ് ബ്ലോക്കാണ്, ബ്ലോക്ക് നമ്പർ 4 അമേരിക്കൻ പോയട്രി. അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം സെക്ഷൻ Aയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരാറുള്ളത്: എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദി ഫോളോയിങ് സ്റ്റാൻസ വിത്ത് റെഫറൻസ് ടു ദി കോണ്ടെക്സ്റ്റ്, അല്ലേ. അപ്പം ആ ഒരു പോയത്തിൻ്റെ സ്റ്റാൻസ തന്നിട്ടുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ അമേരിക്കൻ പോയട്രിയിൽ എമിലി ഡിക്കിൻസൻ്റെയും വാൾട്ട് വിറ്റ്മാൻ്റെയും ഒക്കെ പോയംസ് തന്നിട്ടുണ്ടായിരിക്കും, പോയത്തിലെ സ്റ്റാൻസാസ് തന്നിട്ടുണ്ടായിരിക്കും. ആ സ്റ്റാൻസാസിനെ
കോണ്ടെക്സ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. സെക്ഷൻ എ ഇത് 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 4. ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് എഴുതാവുന്നതാണ്. സെക്ഷൻ ബി, ആൻസർ എനി 4 ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 300 വേർഡ്സ്. അപ്പം ഇവിടെ ചോദിക്കുന്നത് 300 വേർഡ്സിലാണ് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ആൻസർ എനി 4. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്സ് വീതമാണ് വരുന്നത്. അപ്പം ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെക്ഷൻ ബ്ലോക്ക് നമ്പർ 1, ബ്ലോക്ക് നമ്പർ 2, ബ്ലോക്ക് നമ്പർ 3, ബ്ലോക്ക് നമ്പർ 4 എല്ലാ ബ്ലോക്കുകളിൽ നിന്നും ഈ ഒരു സെക്ഷനിലേക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാരണ കാണാറുണ്ട്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ സെക്ഷൻ സി നോക്കാം നമുക്ക്. സെക്ഷൻ സി, ആൻസർ എനി 2 ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ അബൌട്ട് 500 വേർഡ്സ് അല്ലേ. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പ്യുവർലി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്സ് ആണ് ഓരോ ക്വസ്റ്റ്യനും വരുന്നത്. അപ്പം ക്വാണ്ടിറ്റി മസ്റ്റ് ആണ്, നിർബന്ധമാണ്. അപ്പം ശ്രദ്ധിക്കാൻ, നമ്മൾ സാധാരണ ഒരു പേജിൻ്റെ 1 സൈഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് 80 വേർഡ്സ് ആണ്. അപ്പം 20 മാർക്സിന് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചുകൊള്ളാം. ഓക്കെ, അപ്പം ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ വർക്കിൽ നിന്നും പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ സോർട്ട് ചെയ്തിട്ടുള്ളത് വർക്കിനനുസരിച്ച് കൊണ്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ വർക്കിൽ നിന്നും പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്ഷൻ എയിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദി ഫോളോയിങ് സ്റ്റാൻസ വിത്ത് റെഫറൻസ് ടു ദി കോണ്ടെക്സ്റ്റ് അല്ലേ. കോണ്ടെക്സ്റ്റ് അനുസരിച്ച് കൊണ്ട് തന്നിട്ടുള്ള സ്റ്റാൻസയെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്ഷൻ എ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് സാധാരണ പോയത്തിൽ നിന്നാണ് അല്ലേ. അപ്പം ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ബ്ലോക്ക് നമ്പർ 4 പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു പോയാണ് വാൾട്ട് വിറ്റ്മാൻസ് പാസേജ് ടു ഇന്ത്യ അല്ലേ. അപ്പം പാസേജ് ടു ഇന്ത്യയിൽ നിന്നും സാധാരണ റെഗുലറായിട്ട് ഈ പറയുന്ന ഫസ്റ്റ് സെക്ഷനിലേക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതാണ് ഇവിടെ കാണാൻ സാധിക്കും 1, 2, 3 അല്ലേ. സോറി, 2 ക്വസ്റ്റ്യൻ ആണ് 4 ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്ത സമയത്ത് വന്നിട്ടുള്ളത്. ഞാൻ ഇത്തരത്തിൽ വരുന്ന ഈ ഫസ്റ്റ് സെക്ഷനിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസിനെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം ആ ഒരു സെയിം പാസേജ് തന്നെ അല്ലെങ്കിൽ സ്റ്റാൻസ തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കി, പോയത്തിൻ്റെ ടെക്സ്റ്റ് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് പിന്നീട് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നീട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതിൽ നിന്നും ചോദിച്ചിട്ടുള്ള പാസേജ് ടു ഇന്ത്യ എന്ന ഈ ഒരു പോയത്തിൽ നിന്നും, വാൾട്ട് വിറ്റ്മാൻ്റെ പോയത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള സെക്ഷൻ ബിയിൽ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് ആൻഡ് എക്സ്റ്റെൻഡഡ് നോട്ട് ഓൺ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ പാസേജ് ടു ഇന്ത്യ അല്ലേ. സാധാരണ പോയട്രിയിൽ നിന്നും ചോദിക്കുന്ന അല്ലെങ്കിൽ പോയത്തിൽ നിന്നും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പോയറ്റിക് ഡിവൈസസ്. പലപ്പോഴും ചോദിക്കുന്നതാണ് ഏതൊക്കെ പോയറ്റിക് ഡിവൈസസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ചോദിക്കാറുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക. മറ്റൊന്നാണ് ഡിസ്കസ് ദി മേജർ തീം ഓഫ് ദി പോം പാസേജ് ടു ഇന്ത്യ. ഡിസംബർ 2023 ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യന് പ്രത്യേകം ശ്രദ്ധിക്കുക, പോയറ്റിക് ഡിവൈസസും തീമും. പിന്നെ നിങ്ങൾ ഈ ഒരു വർക്ക് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തീം പോയാവട്ടെ, നോവലാവട്ടെ, ഷോർട്ട് സ്റ്റോറി ആവട്ടെ, ഡ്രാമ ആവട്ടെ, ഏത് വർക്ക് ആണെങ്കിലും അതിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഏരിയയാണ് ഈ പറയുന്ന തീം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, മറ്റൊന്ന് വാൾട്ട് വിറ്റ്മാൻ്റെ രണ്ടാമത്തെ പോയമാണ് ഓ മൈ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ, ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ അല്ലേ. മറ്റൊരു പോയമാണ് പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്ന പോലെ തന്നെ വാൾട്ട് വിറ്റ്മാൻ്റെ മറ്റൊരു പോയാണ് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ. ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ എയിലേക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇവ കൂടാതെ സെക്ഷൻ ബിയിലേക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. റൈറ്റ് ആൻ എക്സ്റ്റെൻഡഡ് നോട്ട് ഓൺ ദി പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഇൻ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയറ്റിക് ഡിവൈസ്. ഓക്കെ, അപ്പം ഇത് പോയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയത്തിൻ്റെ ആസ്പെക്റ്റ് ആണ്. അതിൽ വരുന്ന പോയറ്റിക് ഡിവൈസസ്, ഏതൊക്കെ ഡിവൈസസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതൽ കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ എമിലി ഡിക്കിൻസന്റെ മറ്റൊരു പോയട്രിയാണ്. അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ നിന്നും വന്നിട്ടുള്ള
സെക്ഷൻ എ ക്വസ്റ്റ്യൻസ് ആണ്, അത് നോട്ട് ചെയ്ത് വെച്ചോളാം. ഇവിടെ 3 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ ബിയിലേക്ക് വന്നിട്ടുള്ളത്. ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ദി പോം ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്. ഇതും നോട്ട് ചെയ്തിട്ടുള്ള ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യുക. എങ്ങനെ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യണം, ഏത് രൂപത്തിലാണെന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഡിസംബർ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മറ്റൊന്നാണ് എമേഴ്സൺസ് ബ്രഹ്മ. എമേഴ്സൺസ് ബ്രഹ്മ ഇത് മറ്റൊരു പോയമാണ്, റിട്ടൺ ബൈ എമേഴ്സൺ. ഓക്കെ, അപ്പം ഇതിലും സെക്ഷൻ ബിയിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. റൈറ്റ് എ ക്രിറ്റിക്കൽ സമ്മറി ഓഫ് ദി പോം ബ്രഹ്മ, ജൂൺ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പം ക്രിറ്റിക്കൽ അനാലിസിസ്, ക്രിറ്റിക്കൽ സമ്മറി, ലിറ്റററി ഡിവൈസസ്, തീം, ഇതൊക്കെ റെഗുലറായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. പോയറ്റിൻ്റെ കാര്യത്തിലാണ്, പോയട്രിയുടെ കാര്യത്തിലാണ് ലിറ്റററി പോയറ്റിക് ഡിവൈസസ് വരുന്നത്. ഓക്കെ, മറ്റൊന്ന് ഓൾ മൈ സൺ. ഓൾ മൈ സൺ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ഡ്രാമയാണ്, പ്ലേ ആണ്, ട്രാജിക് പ്ലേ ആണ്. അപ്പം നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. ആർതർ മില്ലറുടെ ഒരു പ്ലേ ആണ്, ഡ്രാമയാണ് ഓൾ മൈ സൺസ്, അല്ലേ? അപ്പം ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കും, നിങ്ങൾക്ക് കാണാം പോയത്തിൽ നിന്ന് മാത്രമാണ് സെക്ഷൻ എയിലേക്ക് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഡിസ്കസ് ഓൾ മൈ സൺസ് ആസ് എ ട്രാജഡി, ഡിസംബർ 2022 ഡിസ്കസ് വൺ ഓഫ് ദി മേജർ തീംസ് ഓഫ് ഓൾ മൈ സൺസ്. കണ്ടോ നിങ്ങൾ, തീം പോയത്തിൽ മാത്രമല്ല ഈ പറയുന്ന ഡ്രാമയിലും വന്നിട്ടുണ്ട്. ഡിസ്കസ് വൺ ഓഫ് ദി മേജർ തീം മീൻസ് സബ്ജക്ട് മാറ്റർ, അല്ലേ? ഡിസ്കസ് ചെയ്യുന്ന വിഷയമാണ് ചോദിക്കുന്നത്. ഡിസ്കസ് വൺ ഓഫ് ദി മേജർ തീംസ് ഓഫ് ഓൾ മൈ സൺസ്, ജൂൺ 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡു യു തിങ്ക് ദാറ്റ് ദ ടൈറ്റിൽ ഓഫ് ദ പ്ലേ ഓൾ മൈ സൺ ഇസ് ജസ്റ്റിഫൈഡ്, അല്ലേ? ഇതിൻ്റെ ഒരു ടൈറ്റിൽ ആ ഒരു പ്രസന്റ് ആയിട്ടുള്ള കണ്ടന്റുമായിട്ട്, ആ ഒരു പ്ലേയുമായിട്ട് റിലേറ്റഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഗീവ് ക്രിട്ടിക്കൽ ജസ്റ്റിഫിക്കേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ടൈറ്റിൽ ഓഫ് ദ പ്ലേ ഓൾ മൈ സൺ. അപ്പം ശ്രദ്ധിക്കുക, ഡിസംബർ 2023 ജൂൺ 2023 നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെ? ടൈറ്റിലിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് രണ്ടും വന്നിട്ടുള്ളത്. ആ ഒരു ടൈറ്റിലും ആ ഒരു പ്ലേയും തമ്മിലുള്ള കണക്ഷനാണ് ചോദിക്കുന്നത്. അത് ആപ്റ്റ് ആണോ, കറക്റ്റ് ആണോ, സ്യൂട്ടബിൾ ആണോ, അതിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ടൈറ്റിലിൻ്റെ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ആർതർ മില്ലേഴ്സ് ക്രിറ്റിസിസം ഓൺ അമേരിക്കൻ ഡ്രീം ഇൻ ഓൾ മൈ സൺ, അല്ലേ? അപ്പം ആ ഒരു കാലഘട്ടത്തിൽ അമേരിക്കൻ ഡ്രീം, അല്ലെ? അമേരിക്കയിൽ ആളുകളൊക്കെ എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ, അല്ലേ? ആ ഒരു അമേരിക്കൻ ഡ്രീം എങ്ങനെയാണ് ഓൾ മൈ സണ്ണിലൂടെ ആർതർ മില്ലർ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ചോദിക്കുന്നത്. അപ്പം ഇത് ഓൾ മൈ സൺ 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ 5 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, മറ്റൊന്നാണ് ഇത് സ്കാർലറ്റ് ലെറ്റർ. സ്കാർലറ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നഥാനിയൽ ഹോതോൺ എഴുതിയിട്ടുള്ളൊരു ഫിക്ഷനാണ്, നോവലാണ്. ഇതിൽ നിന്ന് നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് നോക്കാം. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ക്യാരക്ടറൈസേഷൻ ഇൻ സ്കാർലറ്റ് ലെറ്റർ. ഇതിൽ ക്യാരക്ടറൈസേഷൻ ആണ്, ഫീച്ചേഴ്സ് ഓഫ് ക്യാരക്ടറൈസേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്കസ് ദ റെലവൻസ് ഓഫ് കസ്റ്റം ഹൗസ് സെക്ഷൻ ഇൻ ദി സ്കാർലറ്റ് ലെറ്റർ. ഡിസംബർ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ റെലവൻസ് ഓഫ് കസ്റ്റം ഹൗസ്, അല്ലെ? കസ്റ്റം ഹൗസ് എന്ന് പറയുന്നത് സ്കാർലറ്റ് ലെറ്റർ എന്ന് പറയുന്ന ആ ഒരു നോവലിൻ്റെ ഒരു സെക്ഷൻ ആണ്, ഒരു പാർട്ടാണ്. അതിൻ്റെ റെലവൻസ് ആണ് ചോദിക്കുന്നത്, സ്റ്റോറിയുമായിട്ട് അതിൻ്റെ റെലവൻസ് ആണ് ചോദിക്കുന്നത്. റൈറ്റ് എ നോട്ട് ഓൺ ദി വിഷ്വൽ ഇമേജറി ഇൻ ദ നോവൽ സ്കാർലറ്റ് ലെറ്റർ, ജൂൺ 2023. അതിൽ ഉപയോഗിക്കുന്ന ഇമേജുകൾ, അല്ലെ? വിഷ്വൽ ഇമേജുകളുള്ള വിഷ്വൽ ഇമേജ്, അല്ലെ? അതിൽ ഉപയോഗിച്ചിട്ടുള്ള വിഷ്വൽ ഇമേജിനെ കുറിച്ചൊരു നോട്ട് എഴുതാനാണ് ചോദിക്കുന്നത്. ഹൗ ഡസ് ഹോതോൺ പ്രസന്റ് ദി ഓർഗാനിക് മെക്കാനിക്കൽ കോൺട്രാസ്റ്റ് ഇൻ ദ സ്കാർലറ്റ് ലെറ്റർ? ഹൗ ഡസ് ഹോതോൺ പ്രസന്റ് ദ ഓർഗാനിക് മെക്കാനിക്കൽ കോൺട്രാസ്റ്റ് ഇൻ സ്കാർലറ്റ് ലെറ്റർ? ജൂൺ 2023 ഡിസംബർ 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് നോട്ട് ചെയ്ത് വെച്ചോളാം. റൈറ്റ് എ ക്രിട്ടിക്കൽ കമന്റ് ഓൺ ജോണർ ഓഫ് സ്കാർലറ്റ് ലെറ്റർ, അല്ലേ? സ്കാർലറ്റ് ലെറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഏത് ജോണറിലാണ് പെടുന്നത്? ഡിസംബർ 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മറ്റൊന്നാണ് ഡ്രാമ സെക്ഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ളതാണ്, ബ്ലോക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ളതാണ്.
Henrik Ibsen and American drama. Okay, discuss Henrik Ibsen's contribution to the growth of American drama. അപ്പം നോക്കുക, ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിസ്കസ് Henrik Ibsen's contribution to the development or the growth of American drama. Discuss the major aspects of Henrik Ibsen's influence on American drama. അല്ലേ, അപ്പം അമേരിക്കൻ ഡ്രാമയിൽ ആരുടെ ഇൻഫ്ലുവൻസ്? ഹെൻറി ഇബ്സന്റെ ഇൻഫ്ലുവൻസ് ആണ് ഡിസംബർ 2022 ചോദിക്കുന്നത്. ജൂൺ 2020 ചോദിക്കുന്നത് ഇബ്സൺ കോൺട്രിബ്യൂഷൻ ആണ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് അമേരിക്കൻ ഡ്രാമ. രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്, എഴുതുന്ന സമയത്ത് ചെറിയ വ്യത്യാസം വരുമെന്ന് മാത്രം. ഓക്കെ, മറ്റൊന്ന് നോട്ട് ചെയ്ത റൈസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് അമേരിക്കൻ ഡ്രാമ, റിയലിസം ഇൻ അമേരിക്കൻ ഡ്രാമ. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചുകൂട. അമേരിക്കൻ ഡ്രാമയുടെ റൈസും ഡെവലപ്മെന്റ്, അതിൻ്റെ ഒരു ഗ്രോത്ത്. ഓക്കെ, അതുപോലെ തന്നെ ഹെൻറി എബ്സന്റെ കോൺട്രിബ്യൂഷൻ, അമേരിക്കൻ ഡ്രാമയിൽ ഹെൻറിക് എബ്സന്റെ കോൺട്രിബ്യൂഷനും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചുകൂട. റൈറ്റ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ റിയലിസം ഇൻ അമേരിക്കൻ ഡ്രാമ. അമേരിക്കൻ ഡ്രാമയിൽ റിയലിസം. ഓക്കെ, ജൂൺ 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ ദി റൈസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് അമേരിക്കൻ ഡ്രാമ, ഡിസംബർ 2023. റൈസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് അമേരിക്കൻ ഡ്രാമ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു സെക്ഷനിൽ നിന്നും അമേരിക്കൻ ഡ്രാമയും അതിൻ്റെ ഡെവലപ്മെന്റും പലപ്പോഴും ഒരു ടോപ്പിക്കായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, വൺ മോർ ടോപ്പിക്, ഹെമിംഗ്വേസ് ഷോർട്ട് സ്റ്റോറി. അല്ലേ, അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെമിംഗ്വേയുടെ ഷോർട്ട് സ്റ്റോറി വരുന്നുണ്ട്. ഷോർട്ട് സ്റ്റോറി സ്നോസ് ഓഫ് കിളിമഞ്ചാരോ. അല്ലേ, സ്നോസ് ഓഫ് കിളിമഞ്ചാരോ. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അദ്ദേഹത്തിൻ്റെ ഓൺ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു വർക്കാണ് ഏത്, ഈ ഒരു ഷോർട്ട് സ്റ്റോറി സ്നോസ് ഓഫ് കിളിമഞ്ചാരോ. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് മേജർ തീംസ് ആസ് എക്സ്പ്ലോർഡ് ഇൻ ഹെമിംഗ്വേസ് ഷോർട്ട് സ്റ്റോറീസ്. ഹെമിംഗ്വേയുടെ പ്രധാനപ്പെട്ട ഷോർട്ട് സ്റ്റോറിയിൽ റിഫ്ലക്ട് ചെയ്യുന്ന തീമുകൾ ഏതൊക്കെയാണെന്ന്. എക്സാമിൻ ദ തീം ഓഫ് സ്നോസ് ഓഫ് കിളിമഞ്ചാരോ ആൻഡ് ദ ടെക്നീക്സ് ഹെമിംഗ്വേ എംപ്ലോയ്സ് ടു പ്രോജക്റ്റ് ദിസ് തീം. അപ്പം തീം ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, സബ്ജക്റ്റാണ്. അപ്പം ഈ രൂപത്തിലൊന്ന് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പം നമ്മൾ ഹെമിംഗ്വേയുടെ ഷോർട്ട് സ്റ്റോറീസിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒരു ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.